പൈപ്സ് ആൻഡ് ടാങ്ക്സിന്റെ ക്വസ്റ്റ്യൻ പല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചോദിക്കാവുന്നതാണ്. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 പൈപ്സ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 40 മിനിറ്റ്സ്. പൈപ്പ് എ ഫില്ല് ചെയ്യുന്ന ടൈം എത്രയാണ്? ബിയുടെ പകുതി മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, സോ അപ്പം നമുക്ക് പൈപ്പ് എയുടെ ഫില്ലിംഗ് ടൈം എക്സ് മിനിറ്റ് എടുത്താൽ പൈപ്പ് ബി എത്ര എടുക്കണം? പൈപ്പ് എ പൈപ്പ് ബിയുടെ നമുക്ക് 2x എടുക്കാം. കൺവീനിയൻസിന് എത്ര എടുക്കാം? 2x എടുക്കാം. ഇപ്പം ആരാണ് ഫാസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത്? ട്വൈസ് ഫാസ്റ്റ് ആസ് ബി ആണ് പൈപ്പ് എ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ ഫില്ലിംഗ് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ടുഗദർ പൈപ്പ് എയും ടുഗദർ ഫില്ലിംഗ് ടൈം എത്രയാണ്? 40 മിനിറ്റ് ആണ്. ക്ലിയർ ആണ്? പക്ഷെ നമുക്ക് ഈ ഫില്ലിംഗ് ടൈമിൽ നിന്ന് പോർഷൻ ഓഫ് ടാങ്ക് ഫില്ലിഡിലേക്ക് മാറ്റണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. പോർഷൻ ഓഫ് ടാങ്ക് ഫില്ലിംഗ് ടൈം അതിലേക്ക് മാറ്റുന്നത് നോക്കണം. അപ്പം നമുക്കറിയാം ഇൻ 1 മിനിറ്റ് പൈപ്പ് എ ക്യാൻ ഫിൽ എത്രയാണ്? എക്സ് മിനിറ്റ് ഈ പൈപ്പ് എ കംപ്ലീറ്റ് ഫില്ലാവും. ഓക്കെ, സോ 1 മിനിറ്റിൽ എത്രയാവും ഫില്ലാവും? 1/x പോർഷൻ എത്രയാണ്? 1/x പോർഷൻ ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യും. ക്ലിയർ ആണോ? പൈപ്പ് ബി ക്യാൻ ഫിൽ എത്ര പോർഷൻ ഫില്ല് ചെയ്യും? 1/2x പോർഷൻ ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യും. ക്ലിയർ ആണോ? 40 മിനിറ്റിലാണ് ടാങ്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എത്ര പോർഷൻ ഫില്ല് ചെയ്യും? 1/40 പോർഷൻ ഫില്ല് ചെയ്യും. എത്ര പോർഷൻ ഫില്ല് ചെയ്യും? 1 മിനിറ്റിൽ 2 പൈപ്പും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പം 1/40 പോർഷൻ. ആ 1/40 പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ 1/x പോർഷന്റെയും 1/2x പോർഷന്റെയും സം ആയിരിക്കും ഏത് പോർഷൻ? 1/40. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? 1/x പോർഷൻ പ്ലസ് 1/2x പോർഷൻ ഓഫ് ദ ടാങ്ക് എത്ര കിട്ടണം? 1/40 പോർഷൻ ഓഫ് ദ ടാങ്ക് കിട്ടിയാൽ അവിടെ ബാലൻസ് ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലായിടത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 40 into x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? ഇവിടെ 40 into x ക്യാൻസൽ ആവും, 40 വരും. ഇവിടെ 40 into x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 വരും. ഇസ് ഈക്വൽ ടു ഇവിടെ x മാത്രം വരും. സോ x ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് വരും. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 hour. x എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തത്? പൈപ്പ് എ എലോൺ ഫില്ലിംഗ് ടൈം എത്ര കിട്ടി? 1 hour അഥവാ 60 മിനിറ്റ്സ് എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ പോർഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടൈമിനെ എത്ര 1 മിനിറ്റിൽ എത്ര പോർഷൻ ഫില്ല് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്താൽ മതി.